എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഏലാഞ്ചി അല്ലാന്നുണ്ടെങ്കിൽ ലവ് ലെറ്റർ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏലാഞ്ചി തയ്യാറാക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കുക. ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഞാനിപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ നെയ്യ് ഒരുപാട് താല്പര്യമില്ലാത്ത കാരണമാണ് ഞാൻ വളരെ കുറച്ച് അളവിൽ തന്നെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-15 കാഷ്യൂനട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്, ഉണക്കമുന്തിരി. ഇപ്പോൾ ഈ ഉണക്കമുന്തിരിയും അതുപോലെ ഈ കിസ്മിസ് ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കാഷ്യൂനട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കിസ്മിസ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് നാളികേരം ചെരുകിയെടുത്തതാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കണത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നാളികേരം നമുക്ക് ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരിക, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, അത്രമാത്രം മതി. ഡ്രൈ ആയി പോകരുത്. ഈ ഒരു സ്നാക്ക് എന്നൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കണം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കണത് കേട്ടോ. സാധാരണ രീതിയിൽ മൈദയാണ് ഇതിന് ഉപയോഗിക്കുക. പിന്നെ മൈദ തീരെ ഉപയോഗിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പൊടി പകുതി മൈദ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ മൈദ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചിലർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും, അപ്പോൾ ഒരു മഞ്ഞ കളർ വരും. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്തൊന്നും സാധാരണ രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോയരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം പോരാ, നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കട്ടകളൊന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, വെള്ളം പോരാ, നല്ല തിക്കായിട്ട് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക്. നല്ല തിന്നായിട്ടാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയില്ലേ, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ പാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ചൂടായിട്ടുള്ള പാനിലേക്ക് 1 തവി ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയ്ക്ക് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഈ പാനിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് തടവി എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒന്നും ചെയ്യില്ല.
ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, കാരണം നമ്മൾ ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കിയെടുക്കണത്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മതി കേട്ടോ, ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല തിന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നല്ല ട്രാൻസ്പാരൻ്റ് ആണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് അളവിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, 1-2 ടേബിൾ സ്പൂൺ അത്ര തന്നെ മതി. കണ്ടില്ലേ, ഈ ഒരു നാളികേരത്തിൻ്റെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഒതുക്കി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓരോന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇത് അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാനിലേക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പാനിന് അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതും നല്ല കനം കുറച്ച് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇതെനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, പക്ഷെ പലരും ചെയ്യണത് പല രീതിയിലാണെന്ന് മാത്രം. ഒരു ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മതി, കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കും ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നേരത്തെ റോൾ ചെയ്തെടുത്ത പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ 2 ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. കനം കുറച്ച് പരത്തിയെടുത്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഞാനിനിപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി അല്ലാന്നുണ്ടെങ്കിൽ ലവ് ലെറ്റർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഏലാഞ്ചി അല്ലാന്നുണ്ടെങ്കിൽ ലവ് ലെറ്റർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.